അധ്യായം 69. അയാൾക്ക് ശ്വാസം മുട്ടുന്നു. നീലിമ വിനീതയെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. അവർ എത്ര പക്വതയോടെയാണ് സംസാരിക്കുന്നതെന്ന് നീലിമ ആലോചിച്ചു. നിങ്ങളെന്താ സൂര്യ അയാൾക്കെതിരെ കേസൊന്നും കൊടുക്കാതിരുന്നത്? വിനീത വീണ്ടും ചോദ്യം ആവർത്തിച്ചു. മാഡം, എനിക്കത് അപ്പോൾ അതിനുള്ള ധൈര്യമൊന്നുമില്ലായിരുന്നു, സൂര്യ നിസ്സഹായനായി പറഞ്ഞു. അപ്പോൾ നീലിമ അവനെ നോക്കി. എന്നിട്ട് വിനീതയോട് പറഞ്ഞു, വിനീത മാഡം, സത്യത്തിൽ അവരെല്ലാം വലിയ പിടിപാടുള്ളവരാ. അതുകൊണ്ട് ഇവന് തനിയൊന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. പിന്നെ ഞാൻ വന്നപ്പോഴാണ് ഇത്രയെങ്കിലും ധൈര്യത്തോടു കൂടി ഇവൻ സംസാരിക്കാൻ തുടങ്ങിയത് തന്നെ, നീലിമ പറഞ്ഞു. അപ്പോൾ സൂര്യ വിനീതയെ നോക്കി. നീലിമ മാഡം പറഞ്ഞത് വളരെ ശരിയാണ്. മാഡം ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഇപ്പോഴും അവിടെ തന്നെ ഇരുന്നേനെ. മാഡം ധൈര്യമായിട്ട് ഓരോ കാര്യങ്ങളും എനിക്ക് വേണ്ടി ചെയ്യുന്നത് കണ്ട് എനിക്ക് ധൈര്യം വന്നു തുടങ്ങി, സൂര്യ ചിരിയോടെ പറഞ്ഞു. അത് കേട്ട് വിനീത അത്ഭുതത്തോടെ നീലിമയെ നോക്കി. നീലിമ, നിങ്ങൾ ശരിക്കും എന്നെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. സൂര്യയ്ക്ക് വേണ്ടി നിങ്ങൾ എടുത്ത എഫേർട്ട് ചെറുതൊന്നുമല്ല. ആ സാമലക്സിന്റെ കയ്യിൽ നിന്ന് സൂര്യയെ നിങ്ങൾ രക്ഷിച്ചെടുത്ത് ഇവിടം വരെ എത്തിച്ചില്ലേ, അത് തന്നെ വലിയ കാര്യം. ഇനി ഇവന്റെ കരിയറിൽ ഇവൻ തിരിഞ്ഞു നോക്കേണ്ടി വരില്ല. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇതെല്ലാം നീലിമ കാരണം തന്നെയാണ്. വിനീത നീലിമയെ പ്രശംസിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോൾ സൂര്യയും അത് ശരിവെച്ചുകൊണ്ട് തലയാട്ടി. സത്യത്തിൽ ഞാൻ പറഞ്ഞില്ല മാഡം, സൂര്യയ്ക്ക് വേണ്ടത് നല്ലൊരു കേടായിരുന്നു. ആ ഒഴിവ് ഞാൻ വന്നപ്പോൾ നികന്നേയുള്ളൂ. അല്ലാതെ ഞാനായിട്ടും അവന് വേണ്ടി ഒന്നും ചെയ്തില്ല. അവനെടുത്ത എഫേർട്ട് തന്നെയാണ് ഈ കാണുന്നത്, നീലിമ പറഞ്ഞു. അവളുടെ തുറന്ന സംസാരം കേട്ട് വിനീതയ്ക്ക് അവളോട് കൂടുതൽ ബഹുമാനം തോന്നി. നീലിമ ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ് സൂര്യ കരിയറിൽ രക്ഷപ്പെട്ടതെന്ന് വിനീതയ്ക്ക് മനസ്സിലായിരുന്നു. നീലിമ അത് സമ്മതിച്ചു കൊടുത്തില്ല എന്നതുകൊണ്ട് വിനീത പിന്നെ തർക്കിക്കാൻ നിന്നില്ല. ഷൂട്ടിംഗ് പൂർത്തിയാക്കിയ ശേഷം എല്ലാവരും അവരുടെ ജോലികളിൽ തിരക്കിലായിരുന്നു. നീലിമയും സൂര്യയും പിന്നെയും കുറച്ചു നേരം അവിടെ ഓഫീസിൽ ചിലവഴിച്ചു. അന്ന് തന്നെ രണ്ടാമത്തെ അഡ്ഷൂട്ടും ചെയ്യുന്നുണ്ടെന്ന് വിനീത അറിയിച്ചതിനെ തുടർന്നാണ് നീലിമയും സൂര്യയും അവിടെ തന്നെ തുടർന്നത്. സമയം കടന്നുപോയി. ഷൂട്ടിംഗ് ക്രൂവിലെ എല്ലാവരും നന്നായി ക്ഷീണിച്ചിരുന്നു. അത് ശ്രദ്ധിച്ചപ്പോൾ ഡയറക്ടർ വിനീത അവരെ നോക്കി പറഞ്ഞു, ഗായ്സ് മതി, ഇനി നമുക്ക് ബ്രേക്ക് എടുക്കാം. ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് മതി ബാക്കി ഷൂട്ട്. വിനീത പറഞ്ഞത് കേട്ട് ഫെയർ കോസ്മെറ്റിക്സിലെ സ്റ്റാഫുകൾ ജോലി നിർത്തിയ ശേഷം ഫുഡ് കഴിക്കാനായി പോയി. അപ്പോൾ വിനീത നീലിമയുടെ അരികിലേക്ക് വന്നു. നീലിമ, വരൂ, നമുക്ക് ഒരുമിച്ച് കഴിക്കാം ഫുഡ്. സൂര്യ അവർക്കൊപ്പം കഴിച്ചോളൂ, വിനീത സ്റ്റാഫിനെ ചൂണ്ടിക്കാണിച്ചു പറഞ്ഞു. സൂര്യ അവരുടെ കൂടെ അപ്പോഴേക്കും പോയിട്ടുണ്ടായിരുന്നു. നീലിമ പുഞ്ചിരിച്ചുകൊണ്ട് വിനീതയുടെ ഒപ്പം നടന്നു. വിനീത ഫുഡ് കഴിക്കാൻ ഓഫീസിലെ ഒരു ഒഴിഞ്ഞ ഭാഗമാണ് തിരഞ്ഞെടുത്തത്. നീലിമയും അവളോടൊപ്പം അവിടെ പോയിരുന്നു. വിനീത നീലിമയ്ക്ക് വേണ്ടി ചിക്കൻ ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്തു. വിനീത നോർമൽ ലെമൺ റൈസും വാങ്ങിച്ചു. അവർ കഴിച്ചു തുടങ്ങി. അപ്പോൾ നീലിമ വിനീതയെ നോക്കി ചോദിച്ചു, നമ്മുടെ അടുത്ത ഷൂട്ടിംഗ് ലൊക്കേഷൻ ഒരുപാട് ദൂരെയാണോ? ഏയ് അല്ല, അടുത്താണ്. പക്ഷെ ഒരു പ്രശ്നമേ ഉള്ളൂ, ആ സ്പോട്ട് ഇത്തിരി ഫേമസ് ആണ്. സിനിമയും മറ്റും സ്ഥിരമായി ഷൂട്ട് ചെയ്യുന്ന തിരക്കുള്ള സ്ഥലമാണ്. നമുക്ക് കുറച്ചു സമയം തന്നെ അനുവദിച്ചു കിട്ടാൻ ഞാൻ വളരെ ബുദ്ധിമുട്ടി. മാക്സിമം ഒരു 4 മണിക്കൂർ ഷൂട്ട് തീർക്കണം. അതാണ് ഇത്തിരി പ്രശ്നം. എനിക്ക് പേടിയുണ്ട്, അതിനുള്ളിൽ ഷൂട്ട് തീർത്തില്ലെങ്കിൽ ആ സ്ഥലത്ത് പിന്നെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. വിനീത ഭക്ഷണം കഴിച്ചുകൊണ്ട് പറഞ്ഞു. അതൊന്നും കുഴപ്പമില്ല, നമുക്ക് വേഗം തന്നെ തീർക്കാം, നീലിമ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. അവളുടെ ആത്മവിശ്വാസം കണ്ടപ്പോൾ വിനീതയ്ക്കും സമാധാനം തോന്നി. അപ്പോൾ നീലിമ വിനീതയെ ഒന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടി വിഷയം മാറ്റുന്ന പോലെ ചോദിച്ചു, വിനീത മാഡം, നിങ്ങൾക്ക് എത്ര വയസ്സുണ്ട്? എനിക്കൊരു 23 ആവുന്നേയുള്ളൂ. എന്തേ? വിനീത ചോദിച്ചു. അപ്പോൾ നീലിമ അതിശയിച്ചു പോയി. വിനീത തന്നേക്കാൾ മുതിർന്ന ആളായിരിക്കുമെന്നായിരുന്നു അപ്പോൾ വരെ നീലിമ കരുതിയത്. പക്ഷെ വിനീത തന്നേക്കാൾ ചെറുതാണെന്ന് അറിഞ്ഞ അത്ഭുതം നീലിമയുടെ കണ്ണുകളിൽ ഉണ്ടായിരുന്നു. എന്ത് പറ്റി? നീലിമയുടെ മുഖം ശ്രദ്ധിച്ച വിനീത ചോദിച്ചു. ഞാൻ കരുതിയിരുന്നത് മാഡം എന്നേക്കാൾ മുതിർന്ന ആളാണെന്നാ, നീലിമ പറഞ്ഞു. അതെന്താ നീലിമ മാഡം, എന്നെ കണ്ട് ഒരുപാട് പ്രായം തോന്നിക്കോ? വിനീത അത്ഭുതത്തോടെ ചോദിച്ചു. അയ്യോ അതല്ല, മാഡം എന്നേക്കാൾ പക്വതയോടെ ഓരോ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, ഞാൻ അതാണ് ഉദ്ദേശിച്ചത്, നീലിമ പറഞ്ഞു. വിനീത അത് കേട്ട് ചിരിച്ചു. ഹോ അങ്ങനെ, വിനീത പറഞ്ഞു. അതിനുശേഷം വിനീതയും നീലിമയും കൂടുതൽ അടുത്തു. രണ്ടുപേരും ഭക്ഷണം കഴിച്ച ശേഷം കുറച്ചു നേരം വിശ്രമിച്ചു. പിന്നീട് ഫെയർ കോസ്മെറ്റിക്സ് ഓഫീസിൽ നിന്നും നേരെ ഷൂട്ടിംഗ് പ്ലാൻ ചെയ്ത സ്ഥലത്തേക്ക് വിനീതക്കൊപ്പം നീലിമയും ചെന്നെത്തി. സൂര്യയും സ്റ്റാഫുകളും വേറെ വണ്ടികളിലാണ് ചെന്നത്. സമയം സന്ധ്യ കഴിഞ്ഞിരുന്നു. സൂര്യ വാട്ടർ പ്രൂഫ് മേക്കപ്പ് ഇട്ട് റെഡിയായി. കാരണം വെള്ളത്തിലിറങ്ങി ചെയ്യേണ്ട ആഡായിരുന്നു രണ്ടാമത്തേത്. അതിനാണ് അവർ അത്രയും തിരക്കുള്ള സ്പോട്ട് തന്നെ വാടകയ്ക്കെടുത്തത്. നീലിമ വിനീതയുടെ കൂടെ അവിടെയാകെ നടന്നു കണ്ടു. വളരെ മനോഹരമായിരുന്ന സ്ഥലമായിരുന്നു അത്. വലിയൊരു സ്വിമ്മിംഗ് പൂളിലായിരുന്നു ഷൂട്ടിംഗ് സെറ്റ് ചെയ്തിരുന്നത്. മുകളിൽ നിന്ന് സൂര്യപ്രകാശം വീണു വെള്ളം തിളങ്ങുന്നത് പോലെ ഉണ്ടായിരുന്നു. നീലിമ അതെല്ലാം കണ്ടു നിൽക്കെ സൂര്യ അവിടേക്ക് വന്നു. അവന്റെ കാൽ എവിടെയോ തട്ടി മുറിഞ്ഞിരുന്നു. അത് കണ്ട് നീലിമ അവനെ നോക്കി ചോദിച്ചു, അയ്യോ ഇതെന്താ പറ്റേ? കുഴപ്പമൊന്നുമില്ല മാഡം, ചെറിയ മുറിവേ ഉള്ളൂ. മേശയുടെ സൈഡിൽ തട്ടിയതാ, ആണി ഉണ്ടായിരുന്നു അവിടെ, സൂര്യ പറഞ്ഞു. എന്നാ പോയി ഇഞ്ചക്ഷൻ എടുത്ത് വന്നാലോ സൂര്യ? നീലിമ വേവലാതിയോടെ ചോദിച്ചു. അതിനൊന്നും നമുക്ക് സമയമല്ല മാഡം, പെട്ടെന്ന് ഷൂട്ട് തുടങ്ങണം, സൂര്യ പറഞ്ഞു. അപ്പോൾ അവിടേക്ക് വിനീത വന്നു. അവരുടെ മുഖം മങ്ങിയിരുന്നു. അത് ശ്രദ്ധിച്ച നീലിമ ചോദിച്ചു, എന്തു പറ്റി വിനീത? അപ്പോൾ വിനീത തലയുയർത്തി അവളെ നോക്കി. അത് നീലിമ, കണ്ടില്ലേ, ക്ലൈമറ്റ് മാറിയിട്ടുണ്ട്. മഴ പെയ്താൽ നമുക്ക് എന്തായാലും ഇവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. വേറെയൊരു ഡേറ്റ് ഈ അടുത്ത കാലത്തൊന്നും നമുക്ക് കിട്ടാനും പോകുന്നില്ല. ഞാൻ അതിന്റെ ടെൻഷനിലാണ്, വിനീത പറഞ്ഞു. അപ്പോഴാണ് നീലിമ കാലാവസ്ഥ ശ്രദ്ധിക്കുന്നത്. മഴ പെയ്യാൻ തുടങ്ങുന്നത് പോലെ ആകാശം ഇരുണ്ടിരുന്നു.
മഴ പെയ്താൽ ഷൂട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാകും. നീലിമ ആശങ്കയിൽ സൂര്യയെ നോക്കി. കാലിൽ മുറിവുള്ളതുകൊണ്ട് സൂര്യക്ക് വെള്ളത്തിൽ ഇറങ്ങാൻ സാധിക്കുമോ എന്നറിയില്ല. നീലിമയുടെ നോട്ടം കണ്ട സൂര്യ ഉടനെ വിനീതയെ നോക്കി പറഞ്ഞു, മാഡം, നമ്മളിങ്ങനെ ഇരുന്ന് സംസാരിച്ചിട്ട് കാര്യമില്ല. ഇപ്പോ ഷൂട്ടിംഗ് തുടങ്ങിയാൽ മഴ വരുമ്പോഴേക്കും തീർക്കാലോ. സോ ഇപ്പൊ തന്നെ തുടങ്ങും. വിനീത സൂര്യ പറഞ്ഞത് കേട്ട് അവനെ നോക്കി. അവൾക്ക് വളരെ ആശ്വാസമായെന്ന് അവളുടെ മുഖം പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ നീലിമ സൂര്യയെ നോക്കി. നിനക്ക് പറ്റുമെന്ന് ഉറപ്പാണോ സൂര്യ? നീ ശരിക്കും ഇതിനൊക്കെ തന്നെയല്ലേ? നീലിമ ചോദിച്ചത് കേട്ട് അവളെ നോക്കി സൂര്യ തലയാട്ടി. വിനീത അപ്പോൾ നീലിമയെ നോക്കി ചോദിച്ചു, എന്നാ പിന്നെ സൂര്യ പറഞ്ഞതുപോലെ നമുക്ക് ഇപ്പോൾ തന്നെ തുടങ്ങിയാലോ? വിനീത ചോദിച്ചത് കേട്ട് നീലിമ ഉടനെ തലയാട്ടി. വിനീത സ്റ്റാഫുകളെ വിളിച്ചെല്ലാം സെറ്റ് ചെയ്തു. സൂര്യ റെഡിയായി. അല്പസമയത്തിന് ശേഷം ചുറ്റുപാടുള്ള ഷൂട്ടുകളെല്ലാം ഒരുവിധം പൂർത്തിയായി. ഇനി വെള്ളത്തിൽ നീന്തി വരുന്ന ഒരു ഭാഗം മാത്രമാണ് ഷൂട്ട് ചെയ്യാനുള്ളത്. സൂര്യ അതിനായി വെള്ളത്തിൽ ചാടി. ഇത്തവണ പക്ഷേ വെള്ളം തട്ടിക്കാലിലെ മുറിവ് വല്ലാതെ വേദനിക്കുന്നുണ്ടായിരുന്നു. അവന് വിചാരിച്ച പോലെ നീന്താൻ സാധിച്ചില്ല. സ്ക്രീനിൽ അവന്റെ നീന്തൽ കണ്ടുകൊണ്ടിരുന്ന പ്രൊഡ്യൂസറും മാനേജറും വിനീതയെ വിളിച്ചു. വിനീത, എന്ത് കോപ്രായമാണ് അയാൾ കാണിക്കുന്നത്? നീന്തൽ അറിയാത്ത ആളെയാണോ സെലക്ട് ചെയ്തേക്കുന്നത്? അല്ല സർ, സൂര്യക്ക് നന്നായി നീന്താൻ അറിയാം. ഇതെന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല. വിനീത നിസ്സഹായായി പറഞ്ഞു. സൂര്യയുടെ കാലിൽ മുറിവുള്ള കാര്യം വിനീതക്ക് അറിയില്ലായിരുന്നു. എന്തായാലും അധികം സമയം പാഴാക്കാനില്ല. എന്തേലും ചെയ്യൂ, അല്ലെങ്കിൽ അറിയാലോ. വിനീത പറഞ്ഞിട്ടാണ് സൂര്യനെ അവർ സെലക്ട് ചെയ്തത് തന്നെ. മാനേജർ താക്കിയത് പോലെയാണ് അത് പറഞ്ഞത്. അപ്പോൾ സ്ക്രീനിൽ സൂര്യ നീന്തി തളർന്നതുപോലെ കൈകാലിട്ടടിച്ചു. അത് കണ്ടു മാനേജർ പ്രൊഡ്യൂസറെ നോക്കി. സർ, ആ പയ്യൻ ശ്വാസം കിട്ടുന്നില്ലെന്നാ തോന്നുന്നേ, അയാളുടെ അസിസ്റ്റന്റ് പറഞ്ഞു. വിനീത അത് കണ്ട് ആകെ ഭയന്നു. സൂര്യ ശ്വാസം എടുക്കാൻ പാടുപെടുന്നത് അവൾ സ്ക്രീനിൽ കണ്ടു. അവന്റെ കാലിൽ എന്തോ കുരുങ്ങിയിരുന്നു. എന്തെങ്കിലും ഉടനെ ചെയ്യണോ? മാനേജർ സ്റ്റാഫിനെ നോക്കി പറഞ്ഞു. വിനീത ഉടനെ അവിടെ നിന്ന് ഓടിയിറങ്ങി. അവൾ ഓടി ചെല്ലുമ്പോഴേക്കും സൂര്യയെ രക്ഷിക്കാൻ ഒരു പെണ്ണ് ചാടിയിരുന്നു. അത് നീലിമയായിരുന്നു. ഫെയർ കോസ്മെറ്റിക്സിലെ ഒന്ന് രണ്ട് സ്റ്റാഫുകളും അവൾക്കൊപ്പം ചാടി. അവൾ സൂര്യയെയും നീലിമയും കയറി വരാൻ സഹായിച്ചു. സൂര്യ കിതക്കുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും വിനീത അവിടെ ഓടിയെത്തി. എന്താ പറ്റി? വിനീത ചോദിച്ചു. അത് മാഡം, കാലിൽ എന്തോ വള്ളി കുരുങ്ങി, കാല് മുറിഞ്ഞിരുന്നു. സോ എനിക്ക് നീന്തി പോരാനും പറ്റിയില്ല, സൂര്യ പറഞ്ഞു. അപ്പോൾ വിനീത സ്റ്റാഫിനെ നോക്കി. സ്വിമ്മിംഗ് പൂൾ ക്ലീൻ ചെയ്തിരുന്നില്ലേ? വിനീത ചോദിച്ചു. അറിയില്ല മാഡം, ഇന്നൊരു വിവാഹ ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നതുകൊണ്ട് സമയം ഉണ്ടായിരുന്നില്ല. നമ്മൾ വന്നപ്പോ അവിടെ പോകുന്നേ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ ഷൂട്ടിംഗ് തുടങ്ങുകയും ചെയ്തല്ലോ, സ്റ്റാഫ് പറഞ്ഞു. ബെസ്റ്റ്. വിനീത അത്രയും പറഞ്ഞിട്ട് സൂര്യക്ക് നേരെ തിരിഞ്ഞു. സൂര്യ, താൻ ഓക്കെയല്ലേ? അതെ മാഡം, സൂര്യ പറഞ്ഞു. നീലിമ, താനോ? വിനീത ചോദിച്ചു. ഓക്കെയാണ്, നീലിമ പറഞ്ഞു. അവർ രണ്ടുപേരും ആകെ നനഞ്ഞിരുന്നു. സൂര്യ, നമ്മൾക്കപ്പോ ഇന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റില്ലല്ലേ? വിനീത സങ്കടത്തോടെ ചോദിച്ചു. ഇന്ന് ഷൂട്ടിംഗ് നടന്നില്ലെങ്കിൽ പിന്നെ അടുത്തൊന്നും അത് നടക്കില്ലെന്നും തന്റെ ജോലിയെ അത് നന്നായി ബാധിക്കുമെന്നും വിനീതക്ക് ഭയം തോന്നിയിരുന്നു. മാഡം, ഞാൻ റെഡിയാണ്, ഇത്തിരി റെസ്റ്റ് എടുത്താൽ മതി. നമുക്ക് ഇന്ന് തന്നെ ഷൂട്ട് തീർക്കാം, സൂര്യ പറഞ്ഞു. അവന്റെ ജോലിയോടുള്ള ആത്മാർത്ഥത കണ്ട് വിനീതയ്ക്ക് സന്തോഷം തോന്നി. സൂര്യയെ വിശ്രമിക്കാൻ പറഞ്ഞു വിട്ട ശേഷം നീലിമയ്ക്ക് മാറാൻ വിനീത പുതിയ ഡ്രസ്സ് വരുത്തിച്ചു കൊടുത്തു. അല്പനേരത്തിന് ശേഷം ഷൂട്ടിംഗ് പുനരാരംഭിച്ചു. കാലിൽ മരുന്ന് വെച്ച് ആ ഭാഗം കെട്ടിവെച്ച ശേഷം സ്ക്രീനിൽ അത് വരാത്ത വിധത്തിലാണ് ഷൂട്ടിംഗ് ആരംഭിച്ചത്. ഇത്തവണ സൂര്യക്ക് അത് ഭംഗിയായി പൂർത്തിയാക്കാൻ കഴിഞ്ഞു. ഷൂട്ട് കഴിഞ്ഞ ശേഷമാണ് വിനീതക്ക് ശ്വാസം നേരെ വീണത്. അവൻ നന്ദിയോടെ സൂര്യയെയും നീലിമയെയും നോക്കി. അപ്പൊ എന്നാ പിന്നെ ഇറങ്ങുമല്ലേ? വീണ്ടും കാണാം, വിനീത അവരോടായി പറഞ്ഞു. എന്നിട്ട് സ്റ്റാഫിനൊപ്പം അവിടെ നിന്നും പോയി. സൂര്യയും നീലിമയും അവളുടെ കാറിൽ വീട്ടിലേക്ക് മടങ്ങി. നീലിമയ്ക്ക് വല്ലാത്ത ക്ഷീണം തോന്നിയിരുന്നു. ഒന്നാമത് അവൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയിട്ട് അധികം ദിവസമായിട്ടില്ല. അതിനിടയിലാണ് ഇന്ന് വെള്ളത്തിൽ മുങ്ങേണ്ടി വന്നത്. അത് ക്ഷീണിച്ച് കാറിലിരിക്കുന്ന നീലിമയെ സൂര്യ നോക്കി. മാഡം ഓക്കെയല്ലേ? സൂര്യ ചോദിച്ചു. അതെ സൂര്യ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, നീ ഓക്കെയാണോ? നീലിമ ചോദിച്ചു. അതെ മാഡം, സൂര്യ പറഞ്ഞു. അപ്പോൾ നീലിമ അവനെ നോക്കി. നീ ഇന്ന് വളരെയധികം ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതിന്റെ ബലം എന്തായാലും ആ ഏട് പുറത്തു വരുമ്പോ നിനക്ക് കിട്ടും, നീലിമ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. എനിക്കറിയാം മാഡം, നമ്മൾ തോറ്റു പോകരുതെന്നും എനിക്കുണ്ടായിരുന്നു. പിന്നെ നമുക്ക് വേണ്ടി റിസ്ക് എടുത്ത് വിനീത മാഡത്തിന്റെ ജോലിയെ ബാധിക്കാനും പാടില്ലല്ലോ, സൂര്യ പറഞ്ഞു. അവൻ വളരെ പക്വതയോടെയാണ് സംസാരിച്ചത്. നീലിമ അപ്പോൾ അവനെ നോക്കി പുഞ്ചിരിച്ചു. അല്ല, വർഷയ്ക്ക് എങ്ങനെയുണ്ട്? നീലിമ ചോദിച്ചു. കുഴപ്പമൊന്നുമില്ല മാഡം, ഓക്കെയായി വരുന്നുണ്ട് അവൾ. അപ്പോൾ നീലിമ സൂര്യയോട് ചോദിച്ചു. ആ സാമലക്സ് നിന്നെ എപ്പോഴും കൂടെ നിർത്തിയിരുന്നേ, ഇതെല്ലാം സ്വപ്നം കാണാൻ പറ്റുമായിരുന്നു നിനക്ക്? നീ ആദ്യമേ അയാളെ എതിർത്ത് നിന്നിരുന്നേ. ഞാൻ വരുന്നതിന് മുന്നേ തന്നെ നീ വലിയ ആളായിരുന്നേനെ സൂര്യ. മാഡം, അയാൾ എതിർത്ത് നിന്നോ? അയാൾ കൊല്ലാൻ വരെ മടിക്കില്ല. മാഡത്തിന് അയാളെ ശരിക്കും അറിയില്ല, സൂര്യ പറഞ്ഞു. അപ്പോൾ നീലിമ സാമലക്സ് തന്നോട് കാണിക്കാൻ ശ്രമിച്ച പ്രവൃത്തികൾ ഓർക്കുകയായിരുന്നു. അപ്പോഴേക്കും സൂര്യയുടെ വീടെത്തി. അവൻ ഇറക്കിവിട്ട നീലിമ വേഗം സ്വന്തം വീട്ടിലേക്ക് മടങ്ങി. സൂര്യ അവൾ കാറും എടുത്തു പോകുന്നത് നോക്കി നിന്നു. അവളോട് അവന് മറ്റൊരു കാര്യം പറയാനുണ്ടായിരുന്നു. നീലിമ എന്ത് കരുതുമെന്നോർത്ത് സൂര്യ അത് പറയാതെ മറച്ചു വെച്ചതായിരുന്നു.